ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതാ നമുക്ക് പുതിയ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ടോട്ടൽ 44 പീസാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളറിൽ 22ഉം അതുപോലെ ബ്ലൂ കളറിൽ 22ഉം ആണ് കേട്ടോ ഉള്ളത്. ഇതും നമ്മൾ മുമ്പ് ചെയ്തു കൊടുത്ത സെയിം കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് ചെയ്തു കൊടുത്ത കോട്ടൺ മെറ്റീരിയലിന് 10 രൂപയാണ് ചാർജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇതിനും 10 രൂപ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇന്നലെ പോയിട്ടാണ് കേട്ടോ എടുത്തിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇത് ഒരു ദിവസം സമയമേ ഉള്ളൂ. നമുക്ക് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകുന്നേരം ഇത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച രാവിലെ തന്നെ വെള്ളിയാഴ്ച രാത്രി നമുക്ക് മെറ്റീരിയൽ കിട്ടി. അപ്പോൾ ഞാൻ ശനിയാഴ്ച രാവിലെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരുന്ന ശേഷം നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ 44 പീസാണ് ഉള്ളത്. അപ്പോൾ നോമ്പൊക്കെയാണ്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് ഫുള്ളും നിങ്ങൾ ഒറ്റയ്ക്കാണോ സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ ഒരു ദിവസം എത്രണ്ണം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് ഷെയർ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഒരു താത്ത മുഖേനയാണ് ഇതെടുക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ അയൽവാസിയാണ് കേട്ടോ ആ താത്ത. അപ്പോൾ അവരും നമ്മളും കൂടിയിട്ടാണ് ഇത് ഷെയർ ഇട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 2 പേർക്കും പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാറ്. അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ ഓരോരോ സാഹചര്യം ഓരോരുത്തർക്ക് പല വിധത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റാതെയായി വരുമ്പോൾ ഞാൻ കുറച്ച് എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് ഇപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷെയർ ഇട്ടിട്ടാണ് ചെയ്യാറ്. പിന്നെ ഇതിപ്പോൾ ഒരു കെട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു കെട്ടിലാണ് ഇപ്പോൾ ടോട്ടൽ 44 പീസ് വന്നിരിക്കുന്നത്. പക്ഷേ ബൾക്കായിട്ട് 2 കെട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരാൾ തന്നെ ഒന്ന് എടുക്കാറുണ്ട്. പിന്നെ അർജൻറ്റായിട്ട് കൊടുക്കേണ്ട പീസൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഒരു കെട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഒറ്റ ദിവസത്തിൽ നമുക്ക് 2 പേരായാലും 3 പേരായാലും ഇരുന്നിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ റമളാൻ മാസം കൂടി ആകുമ്പോൾ നമുക്ക് തീരെയും സമയം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് 2 കെട്ടന്നെ ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് തരുന്നവിടെയും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ ആയിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു കെട്ടാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും അതാത്തയും കൂടി ഇതിൽ നിന്ന് ഷെയർ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ചെറിയ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ വിചാരിച്ച പോലെ ചിലപ്പോഴൊന്നും സ്റ്റിച്ചിങ് നടന്നെന്ന് വരില്ല. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 10 പീസാണ് കേട്ടോ. കാരണം ബാക്കി പീസുകൾ ഞാൻ ആ താത്താക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം തന്നെ ഇതവരെ ഏൽപ്പിക്കുകയും വേണം. പിന്നെ പഴയതുപോലെ നമുക്ക് നോമ്പൊക്കെ ആയതുകൊണ്ട് വൈകുന്നേര സമയങ്ങളൊന്നും സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടും. അപ്പോൾ ഞാൻ റെഡിന്ന് ഒരു 5 പീസും അതുപോലെ ബ്ലൂന്ന് ഒരു 5 പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10 പീസാണ് ഞാൻ ടോട്ടൽ എടുത്തതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ സ്പീഡ് കൂടിയിട്ട് വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഞാൻ വീണ്ടും അവരുടെ അടുത്ത് തന്നെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. കാരണം ആ താത്ത സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാറില്ല, 5 പീസ് എടുത്തിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂടുതൽ അവൻ്റെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2 പേരും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ബിസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ മെറ്റീരിയലും ബിറ്റൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവർക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി വേണം കേട്ടോ. എങ്കിലാണ് നമുക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഭാഗങ്ങളൊന്നും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വേണം കണക്കാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഞായറാഴ്ച വേഗത്തിൽ തന്നെ കൊടുക്കേണ്ടതായിട്ട് വന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് എടുത്തിരിക്കുന്നത്. അതാണ് അവിടുന്ന് തരുമ്പോഴും അതുപോലെ തന്നെ കുറച്ചായിട്ട് തന്നത് കേട്ടോ. പിന്നെ ഞാനിത് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്യാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കും കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലേ. നോമ്പും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇബാദത്ത്, നമ്മുടെ ഒരു ആരാധന, അത് അതിൻ്റെ ഭാഗത്ത് കൂടെ തന്നെ നമ്മൾ ഖുർആൻ ഓതിയിട്ടും നമസ്കരിച്ചിട്ടും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. തഖ്വ കൊടുക്കനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലിയെയും കാണണം കേട്ടോ. അപ്പോൾ നോമ്പിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ട് നമ്മളൊന്നും മാറ്റി വയ്ക്കരുത്. കാരണം നമുക്ക് ഇത് പറഞ്ഞത് നമ്മുടെ ജോലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് ചെയ്താലാണ് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്താലല്ലേ നമുക്ക് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ സാഹചര്യവും അവസ്ഥകളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. നമ്മൾ നോമ്പിൻ്റേതായ രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. നമസ്കരിക്കാനും നമ്മൾ നമസ്കാരം കളാക്കാതെ അല്ലെങ്കിൽ അത് മുടക്കാതെ, പിന്നെ വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നോമ്പ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രൂപത്തിലും കൂടി നടക്കുകയും പ്രവർത്തിക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ബ്ലൂവിൻ്റെ ഷോൾഡറിലൊന്നും കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ റമദാൻ മാസം ആയതുകൊണ്ട് നിങ്ങളുടെ വർക്കിനൊന്നും ഒരു മുടക്കം വരരുത് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഒരുപാട് തട്ടില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ലൊരു ടൈം ടേബിൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കയറി കണ്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ഒന്ന് ടൈം ടേബിൾ സെറ്റാക്കി എടുക്കണം കേട്ടോ. ആ ഒരു ടൈം ടേബിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് വർക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റമദാൻ മാസമാണ്, എല്ലാവർക്കും നല്ല രീതിയിൽ തഖ്വ കൊടുക്കാൻ തന്നെ നോമ്പ് നിർവഹിക്കാൻ പറ്റട്ടെ. ആരോഗ്യം ആഫിയത്തും ഉണ്ടാവട്ടെ കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ അത് മനസ്സിനും ഒരു സമാധാനമാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്കൊരു 10 രൂപ കിട്ടുമ്പോൾ അതിലൊരു റാഹത്തും ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അവനവർ ചെയ്യുന്ന ജോലി വലിയൊരു സമ്പത്തായിട്ട് തന്നെയാണ് എല്ലാവരും അത് കണക്കാക്കുന്നത്. അതിനൊരു മുടക്കവും വരാതിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഭാഗത്ത് വരുന്നൊരു മിസ്റ്റേക്ക് കൂടിയാണ് കേട്ടോ. നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും ഇല്ലെങ്കിൽ പകുതിക്ക് വെച്ച് പോകുന്നതൊക്കെ നമ്മളുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വർക്ക് ഏത് രീതിക്ക് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോയാലാണ് നമുക്കത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമ്മളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത പോലെ ആയിരിക്കും കേട്ടോ നടക്കുക. അപ്പോൾ നമ്മൾ ഒരു 10 ആർക്കോ വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ റമദാൻ മാസം തന്നെ ഞാൻ അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് കേട്ടോ. റമദാൻ മാസം ആയതുകൊണ്ട് തന്നെ ക്ഷീണമാണ്, തളർച്ചയാണെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ വെറുതെ ആർക്കോ വേണ്ടി നോമ്പ് എടുക്കുന്നുണ്ടെങ്കിലും അതൊരു പട്ടിണി കിടന്നിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യുന്നവരും ഉണ്ടാവില്ലേ. അപ്പോൾ അതിനെ അതിൻ്റേതായ രീതിക്ക് കാണാം. നല്ല ഉഷാറ് കൊടുക്കണ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികൾ ചെയ്ത് അതിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ക്ഷീണവും തട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. നമുക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന സമയങ്ങളുണ്ട് അല്ലേ. വിശന്ന് തളർന്ന് നമ്മൾ എപ്പോഴാണ് ബാങ്ക് കൊടുക്കാമെന്ന് നമ്മുടെ ഉമ്മാൻ്റെ ബാക്കിലൊക്കെ ചോദിച്ച് നടന്ന സമയങ്ങളല്ലേ. സത്യം പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ് ഈ മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ടൈമേ ഉണ്ടാവില്ല. നമുക്ക് എത്ര പെട്ടെന്നാണ് സമയം പോണത്. നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ശരിക്കും സമയം കിട്ടാതെയാണ് വരുന്നത്. നമുക്ക് ക്ഷീണിച്ചിട്ട് തളർന്ന് കിടക്കാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നോമ്പിൻ്റേതായ രീതിക്കും അതുപോലെ നമ്മുടെ വർക്കിൻ്റേതായ രീതിക്കും കൊണ്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് വരാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കലും നോമ്പിൻ്റെ കാരണം പറഞ്ഞിട്ട് നമ്മുടെ വർക്കിന് ഒരു മുടക്കവും വരുത്തരുത്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും സ്വപ്നത്തിൽ പോലും 1000 സബ്ബ് പോലും ആവില്ലെന്ന് വിചാരിച്ച് എൻ്റെ ഈ ഒരു ചാനലിനെ ഇത്രമാത്രം എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് മുഖേനയാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനവും കൂടി ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതിലിപ്പോൾ എനിക്ക് എടുക്കാനുള്ള മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അവർ കട്ട് ചെയ്തെടുത്തോളും. അപ്പോൾ ഞാനിപ്പോൾ റെഡെന്നും അതുപോലെ തന്നെ ബ്ലൂ എന്നും ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ് മൊത്തം നമ്മൾ മുമ്പും കോട്ടൻ്റെ മെറ്റീരിയലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവ്സിൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ 2 ഇഞ്ച് ആദ്യം ഉള്ളിലേക്ക് മടക്കിയിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പ് ചെയ്തതിൽ നിന്നും
ഡിസൈനും പ്രിൻറ്റിലാണെങ്കിലും അതുപോലെ കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം സെറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ക്രോസ് പീസുകളുണ്ട്, അതുപോലെ നമുക്ക് വേണ്ട 44 ക്യാൻവാസിൻ്റെ പീസുകളും തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ XXL സൈസിലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും നമ്മൾ ഒരിക്കലും പാഴാക്കരുത് കേട്ടോ. കിട്ടിയ അവസരങ്ങൾ നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ കിട്ടിയ അവസരം ഒരിക്കലും പിന്നീട് കിട്ടിയെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്ക് കിട്ടിയ അവസരം നമ്മളത് നഷ്ടപ്പെടുത്താതെ വേണം കേട്ടോ നോക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു എൻ്റെ ഫീൽഡിൻ്റെയും ഇല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തേടി അലഞ്ഞാലും അതൊരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്കത് കിട്ടുക. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ അത് വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് അതൊരിക്കലും നമുക്ക് കിട്ടിയെന്നും വരില്ല കേട്ടോ. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയത്. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ഒരു വർക്ക് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നഷ്ടമല്ലേ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളൊക്കെ ഒരു മറുപടി ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കിട്ടുന്ന ഓരോ 10 രൂപയ്ക്കും നാളെ അതിനേക്കാളും വലിയൊരു സംഖ്യയുടെ മൂല്യമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. നമ്മൾ 10 രൂപയ്ക്ക് ഒരു 10 എണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഡെയിലി നമുക്ക് എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.